Hi friends, welcome to Sandhya CC Stitching. ഞാൻ സന്ധ്യ സുനിൽ. നമ്മുടെ 8ാമത്തെ സ്റ്റിച്ചിങ് ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുട്ടികൾക്കുള്ള പലാസ പാന്റ് ആണ് തയ്ക്കാൻ പഠിച്ചത്. ഇന്ന് നമുക്ക് വലിയ ആളുകൾക്കുള്ള പലാസ പാന്റ് എങ്ങനെയാണ് അളവെടുത്ത് വെട്ടി തയ്ക്കുന്നത് എന്ന് പഠിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് പലാസ പാന്റിന്റെ അളവെടുക്കാം. പലാസ പാന്റിന് 3 അളവുകളാണ് വേണ്ടത്. അതിൽ ആദ്യത്തേത് വേസ്റ്റ് മെഷർമെന്റ് അഥവാ അരവണ്ണമാണ്. വേസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഭാഗത്ത് അല്ലെങ്കിൽ പുക്കിളിന് ചുറ്റും ടേപ്പ് ചുറ്റി അളവെടുക്കുക. ഞാനിവിടെ 28 ഇഞ്ചാണ് വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് എടുക്കേണ്ടത് സീറ്റ് മെഷർമെൻ്റ് ആണ്. നമ്മുടെ കാലിൻ്റെ ഏറ്റവും വണ്ണം കൂടിയ ഭാഗത്തിന് ചുറ്റും ടേപ്പ് ചുറ്റി അളവെടുക്കുക. 34 ഇഞ്ചാണ് ഞാൻ സീറ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഇറക്കമാണ്. പാൻറ്റിൻ്റെ ഇറക്കം എടുക്കാൻ വേണ്ടി നമ്മൾ എവിടെയാണോ പാൻറ്റ് ഇടുന്നത് ആ ഭാഗം മുതൽ താഴത്തേക്ക് നമുക്ക് എത്ര ഇറക്കമാണോ വേണ്ടത് അത്രയും അളന്നെടുക്കുക. 38 ഇഞ്ച് ഇറക്കമാണ് ഞാനിവിടെ അളന്നെടുത്തിരിക്കുന്നത്. ഈ എടുത്ത അളവുകൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം നമുക്ക് തുണിയിൽ മാർക്ക് ചെയ്യാൻ തുടങ്ങാം. പലാസ പാൻറ്റ് തയ്ക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു നൈറ്റി മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഈ നൈറ്റി മെറ്റീരിയൽ മുഴുവൻ വേണ്ട, അതിൻ്റെ ഒരു കുറച്ച് ഭാഗം മതി നമുക്ക് തയ്ക്കാൻ. ഇത് ഞാൻ നടുവേ മടക്കി മേശയിൽ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ നമ്മുടെ വലത് ഭാഗം ഓപ്പണാണ്. ഞാൻ നിൽക്കുന്ന വലത് സൈഡ് ഓപ്പണും ഇതിൻ്റെ മുകൾ ഭാഗം ഫോൾഡും ആണ്. ഇനി ഞാനിത് ഇതിൻ്റെ പകുതി നേരെ അപ്പുറത്തെ സൈഡിലേക്ക് മടക്കിയിടുവാണ്. ഇപ്പോൾ ഈ പീസ് 4 മടക്കിയിട്ടിരിക്കുന്നത്. ഈ പീസിൻ്റെ ഈ സൈഡ് ഫോൾഡാണ്. ഈ സൈഡ് ഫോൾഡ് നിർബന്ധമാണ്. ഈ സൈഡ് ഓപ്പണാണ്, ഈ സൈഡും ഓപ്പണാണ്. മുകളിലത്തെ സൈഡ് ഫോൾഡാണ്. അത് ഓപ്പൺ ആണെങ്കിലും ഫോൾഡ് ആണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ ഈ നമ്മൾ നിൽക്കുന്ന ഈ ഒരു സൈഡ് മാത്രം ഫോൾഡ് കിട്ടണം. ഇനി നമുക്ക് പലാസ പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. പീസിൻ്റെ താഴ്ഭാഗം കയറി ഇറങ്ങിയൊക്കെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കാം. ഇനി നമുക്ക് പാൻറ്റിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. നമ്മളിവിടെ അളവെടുത്ത് വെച്ചിരിക്കുന്നത് പാൻറ്റിൻ്റെ ഇറക്കം ഫുൾ ലെങ്ത് 38 ഇഞ്ചാണ്. നമ്മുടെ ഫുൾ ലെങ്ത് എത്രയാണോ ആ ഫുൾ ലെങ്തിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടുതൽ നമ്മൾ ചേർക്കണം. ഞാനിവിടെ 38 ഇഞ്ചാണ് ഇറക്കം എടുത്തിരിക്കുന്നത്. 38ൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടെ ചേർക്കുമ്പോൾ 40.5 ഇഞ്ചാണ് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത്. നമുക്ക് പാൻറ്റിന് എത്ര ഇറക്കമാണ് ആവശ്യമുള്ളത് ആ ഇറക്കം അതിൻ്റെ കൂടെ 2.5 ഇഞ്ചും കൂടെ കൂടുതൽ ചേർത്ത് ഇറക്കമായി മാർക്ക് ചെയ്യുക. നമ്മുടെ പലാസ പാൻറ്റിന് ഇറക്കത്തിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ കൂട്ടി നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന നീളമാണ് നമ്മുടെ പാൻറ്റ് തയ്ക്കാൻ ആവശ്യമായ തുണിയുടെ അളവ്. ഞാനിവിടെ 40.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആ 40.5 ഇഞ്ച് തുണിയാണ് ഈ പലാസ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കത് എത്ര സെൻറ്റിമീറ്റർ ആണെന്ന് നോക്കാം. നമ്മൾ ടേപ്പ് തിരിച്ചു പിടിച്ചിട്ട് ടേപ്പിൻ്റെ ഇങ്ങാ സൈഡിൽ ഇഞ്ച് സെൻറ്റിമീറ്ററും കൂടെ ഒരുമിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു വശമുണ്ട്. അവിടെ നമ്മൾ നോക്കുക. 40.5 ഇഞ്ച് എന്ന് പറയുന്നത് നമുക്ക് 40.5 ഇഞ്ച് 41 എടുക്കാം. അപ്പോൾ 41 ഇഞ്ച് എന്ന് പറയുന്നത് 105 സെൻറ്റിമീറ്റർ ആണ്. അത് ഒരു പീസിൻ്റെ അളവാണ്. നമ്മൾ 105ൻ്റെ ഇരട്ടി, അതായത് 210 സെൻറ്റിമീറ്റർ തുണിയാണ് നമുക്ക് ഈ പലാസ പാൻറ്റ് തയ്ക്കാൻ വേണ്ടത്. 210 എന്ന് പറയുന്നത് 2 മീറ്റർ 10 സെൻറ്റിമീറ്റർ തുണിയാണ്. നമുക്ക് 2 മീറ്റർ തുണി മേടിച്ചാൽ അതിനകത്ത് 36 ഇഞ്ച് വരെ ഇറക്കമുള്ള പലാസ പാൻറ്റ് തയ്ക്കാൻ സാധിക്കും. 36 ഇഞ്ചിൽ കൂടുതൽ ഇറക്കമുള്ള പലാസ പാൻറ്റാണ് നമുക്ക് വേണ്ടതെങ്കിൽ 2 മീറ്റർ തുണി തികയില്ല. അപ്പോൾ നമുക്കിതുപോലെ തുണിയുടെ അളവ് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാവുന്നതാണ്. ഇലാസ്റ്റിക് ഇടാനുള്ള പടി മടക്കി തയ്ക്കാൻ വേണ്ടി നമുക്കിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് വെക്കാം. ഈ 2 സൈഡിലും 1.5 ഇഞ്ച് വെച്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. 1 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കാണ് ഞാൻ ഈ പാൻറ്റിന് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് 1.5 ഇഞ്ച് മടക്കി തയ്ക്കാൻ വേണ്ടി ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാൻറ്റിൻ്റെ വണ്ണം അടയാളപ്പെടുത്താം. ക്യാമറയിൽ നന്നായിട്ട് കിട്ടുന്നതിന് വേണ്ടി ഞാനിത് ഇത്തിരി താഴത്തേക്ക് വലിച്ചിടുകയാണ്. നമ്മൾ സീറ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്ന എത്രയാണോ അതിൻ്റെ 4/1 കാണുക. അതിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ കൂടുതൽ ചേർക്കാം. 34 ഇഞ്ചാണ് ഞാനിവിടെ സീറ്റ് മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത്. ആ 34 ഇഞ്ചിൻ്റെ 4/1, അതായത് 34/4 എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. ആ 8.5 ഇഞ്ചിൻ്റെ കൂടെ 4 ഇഞ്ചും കൂടെ കൂടുതൽ ചേർക്കുമ്പോൾ 12.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ 12.5 ഇഞ്ചാണ് പാൻറ്റിൻ്റെ വണ്ണമായി ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത്. 12.5 ഇഞ്ച്. ഇനി നമുക്ക് അടയാളപ്പെടുത്തേണ്ടത് ക്രോച്ച് ലെങ്താണ്. ക്രോച്ച് ലെങ്ത് ഇവിടെ നിന്നും നമ്മൾ ഈ പടി ഒഴിവാക്കിയിട്ടാണ് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ഈ 12.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നും താഴത്തേക്കാണ് നമ്മൾ ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. ക്രോച്ച് ലെങ്ത് എന്ന് പറയുന്നതും സീറ്റ് അളവിൻ്റെ 4/1 + 4 ഇഞ്ചാണ്. സീറ്റ് അളവിൻ്റെ 4/1 എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 4 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ നമുക്ക് 12.5 ഇഞ്ചാണ് കിട്ടുന്നത്. ആ അളവാണ് ഞാനിവിടെ ക്രോച്ച് ലെങ്ത് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്, 12.5 ഇഞ്ച്.
നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ആ 12.5 അളവ് തെറ്റാതിരിക്കാൻ വേണ്ടി ഒന്നും കൂടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് പടി ഒഴിവാക്കിയിട്ട് 12.5 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് നമുക്ക് ഈ ലൈൻ ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. നമ്മൾ പാൻറ്റിൻ്റെ വണ്ണം മാർക്ക് ചെയ്തത് സീറ്റ് അളവിൻ്റെ 4/1 പ്ലസ് 4 ഇഞ്ച്. നമുക്ക് പാൻറ്റിൻ്റെ വണ്ണം പലാസ പാൻറ്റിൻ്റെ ലൂസ് കൂടുതൽ വേണമെങ്കിൽ ഈ 4 ഇഞ്ച് എന്നുള്ളത് 5 ഇഞ്ചോ 6 ഇഞ്ചോ എടുക്കാവുന്നതാണ്. പക്ഷേ ഈ ക്രോച്ച് ലെങ്തിൻ്റെ അളവ് ഒരിക്കലും വ്യത്യാസം വരില്ല. അത് സീറ്റ് അളവിൻ്റെ 4/1 പ്ലസ് 4 ഇഞ്ച് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ഇവിടെ ഒരു 2 ഇഞ്ചും കൂടെ കൂടുതലായിട്ട് ചേർക്കേണ്ടതുണ്ട്. 2 ഇഞ്ച് വലതുവശത്തേക്ക് വരയ്ക്കുക. അതായത് ഇവിടെ നമ്മൾ 12.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇവിടെ അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂടുതൽ ചേർത്ത് 14.5 ഇഞ്ചാണ് നമ്മൾ ഇവിടുത്തെ വണ്ണം മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് കർവ് ചെയ്ത് വരച്ചു വെക്കാം. ഇനി നമുക്ക് പലാസ പാൻറ്റിൻ്റെ കാലിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഈ 14.5 ഇഞ്ച് തന്നെയാണ് നമ്മൾ താഴെയും മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഈ 2 വരകളും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തു നിന്നും താഴത്തേക്ക് കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. നമ്മൾ 1.5 ഇഞ്ച് പടി ഇട്ടത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം 40.5 ഇഞ്ച് ഇറക്കം അടയാളപ്പെടുത്തിയ ആ മുകളിലത്തെ ലൈനിൽ കൂടി വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്ക് സാധാരണ സ്ട്രെയിറ്റ് പാൻറ്റാണ് വേണ്ടതെങ്കിൽ നമ്മുടെ കാല് കടക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കാലിൻ്റെ പാദം കടന്നു പോകാൻ എത്ര ഇഞ്ച് അളവാണോ ആവശ്യമുള്ളത് ആ അളവ് നമുക്കിവിടെ മാർക്ക് ചെയ്യാവുന്നതാണ്. ആ അളവിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് വേണം മാർക്ക് ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ക്രോച്ച് ലെങ്ത് അടയാളപ്പെടുത്തിയ ഈ പോയിന്റിൽ നിന്നും നമ്മളിപ്പോൾ കാലിൻ്റെ വണ്ണം അടയാളപ്പെടുത്തിയ ആ പോയിന്റിലേക്ക് ചെരിച്ച് വെച്ച് ടേപ്പ് വെച്ച് വരയ്ക്കാം. അതിനുശേഷം 1 ഇഞ്ച് വരത്തക്ക വണ്ണം ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. ഈ ഭാഗം ഒരു 1 ഇഞ്ച് വരത്തക്കവണ്ണം ഷേപ്പ് ചെയ്ത് വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെ നിന്നും കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. എന്നിട്ട് താഴത്തെ പടി മടക്കി അടിച്ച് സാധാരണ പാൻറ്റ് തയ്ക്കുന്ന പോലെ തയ്ച്ചെടുത്താൽ നമുക്ക് സ്ട്രെയിറ്റ് പാൻറ്റ് കിട്ടുന്നതാണ്. പലാസ പാൻറ്റിൻ്റെ അതേ അളവ് തന്നെയാണ് സ്ട്രെയിറ്റ് പാൻറ്റിന് വേണ്ടത്. വണ്ണവും ക്രോച്ച് ലെങ്തും എല്ലാം അതുപോലെ തന്നെയാണ് എടുക്കേണ്ടത്. ഈ കാലിൻ്റെ വണ്ണം മാത്രം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചെരിച്ച് വരച്ചാൽ നമുക്കിത് സ്ട്രെയിറ്റ് പാൻറ്റായിട്ട് കിട്ടുന്നതാണ്. ഇത് ഞാനിവിടെ പലാസ പാൻറ്റായിട്ട് തന്നെയാണ് തയ്ക്കുന്നത്. ഈ പാൻറ്റിൻ്റെ താഴത്തെ പടി 1 ഇഞ്ചാണ് നമ്മൾ മടക്കി തയ്ക്കാൻ ഇട്ടിരിക്കുന്നത്. അതിൽ ആദ്യം 1/2 ഇഞ്ച് മടക്കി വെക്കുക. അതിനുശേഷം വീണ്ടും 1/2 ഇഞ്ചും കൂടെ മടക്കി നമുക്ക് തയ്ച്ചെടുക്കാം. ഇനി നമുക്ക് ഈ പാൻറ്റിൻ്റെ പീസ് 2ആയി മടക്കി വെച്ചതിന് ശേഷം ഈ താഴത്തെ അറ്റം മുതൽ ക്രോച്ച് ലെങ്ത് വരെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് തയ്ക്കാം. ഇങ്ങനെ 2 പീസും അടിച്ചെടുക്കുക. 2 പീസും അടിച്ചെടുത്തു. ഇനി നമുക്ക് ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം കൂട്ടിപ്പിടിപ്പിക്കാം. അതിനായി നമ്മൾ ഒരു പീസ് മെഷീനിൽ വെക്കുക. അതിൻ്റെ മുകളിലത്തെ പീസ് ഇപ്പുറത്തെ സൈഡിലേക്ക് മറിച്ച് വെക്കുക. ഇനി രണ്ടാമത്തെ പീസ് എടുത്തതിന് ശേഷം അതിൻ്റെ അടിയിലത്തെ പീസ് താഴത്തേക്ക് മറിച്ച് വെക്കുക. എന്നിട്ട് മുകളിലത്തെ പീസ് ആദ്യത്തെ പീസിൻ്റെ മുകളിൽ വെച്ച് ചേർത്തടിക്കാം. അര ഇഞ്ചാണ് തയ്യൽ തുമ്പ്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് തന്നെ അടിക്കണം. ഈ ക്രോച്ച് ലെങ്തിൻ്റെ ഭാഗം വരുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത് ചേർത്ത് വെച്ച് അടിക്കാവുന്നതാണ്. എല്ലാ ഭാഗവും നമ്മൾ 2 പ്രാവശ്യം സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ സ്റ്റിച്ച് വേഗം വിട്ടുപോകാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് പടിയിടുവാനുള്ള ഭാഗം മടക്കി തയ്ക്കാം. അതിനായി നമ്മൾ ഇതിൻ്റെ എല്ലാ ഭാഗത്തും 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം തയ്ക്കുക. ഇല്ലെങ്കിൽ പടി വളഞ്ഞു പോകുന്നതാണ്.
1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ആദ്യം നമ്മൾ 4 ഇഞ്ച് മടക്കി വയ്ക്കുക. ആദ്യമായിട്ട് തയ്ക്കുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഫുൾ റൗണ്ടും 4 ഇഞ്ച് മടക്കി തയ്ച്ചിട്ട് രണ്ടാമത് മടക്കി തയ്ക്കുന്നതായിരിക്കും എളുപ്പം. തയ്ക്കാൻ അല്പം ബാലൻസ് ഉള്ളവരാണെങ്കിൽ ഇത് 4 ഇഞ്ച് ആദ്യം മടക്കി വെക്കുക. അതിനുശേഷം ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത അത്രയും ഭാഗം താഴത്തേക്ക് മടക്കി വെക്കുക. അതിനുശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഇലാസ്റ്റിക് ഇടാനുള്ള 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള ഭാഗമാണ് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഈ 1.5 ഇഞ്ച് ഇലാസ്റ്റിക് ഇട്ടതിന് ശേഷം നമുക്ക് കൂട്ടിപ്പിടിപ്പിക്കാം. നമ്മൾ അരവണ്ണം അഥവാ വേസ്റ്റ് മെഷർമെൻറ്റ് എടുത്തത് 28 ഇഞ്ചാണ്. ആ 28 ഇഞ്ചിൽ നിന്നും 4 ഇഞ്ച് കുറച്ച് 24 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഇലാസ്റ്റിക് മുറിച്ചെടുക്കാം. നമ്മുടെ അരവണ്ണം എത്രയാണോ അതിൽ നിന്നും 4 ഇഞ്ച് കുറച്ച് ആണ് ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കേണ്ടത്. നല്ല കട്ടിയുള്ള ഇലാസ്റ്റിക്കൊക്കെ ആണെങ്കിൽ 3 ഇഞ്ചൊക്കെ കുറച്ചാൽ മതിയാകും. ഇത് ഒത്തിരി കട്ടിയില്ലാത്ത ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഞാൻ 4 ഇഞ്ച് കുറച്ചാണ് മുറിച്ചെടുത്തത്. ഇനി നമുക്കൊരു പിൻ ഉപയോഗിച്ച് ഇത് പാൻറ്റിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക് തമ്മിൽ കൂട്ടിപ്പിടിപ്പിക്കാം. ഒരു പീസിൻ്റെ മുകളിലായി അടുത്ത പീസ് വെച്ച് പൊളഞ്ഞു പോകാതെ നേരെ വെച്ച് വേണം പിടിപ്പിക്കാൻ. ഇനി ഈ ഇലാസ്റ്റിക് കടത്താനിട്ട് ആ ഹോള് കൂടി നമുക്ക് അടിച്ചെടുക്കാം. തയ്ച്ചതിന് ശേഷം നീണ്ടു കിടക്കുന്ന നൂലെല്ലാം വെട്ടി നമ്മൾ വൃത്തിയാക്കി നല്ല ഭംഗിയാക്കി വെക്കേണ്ടതാണ്. നമ്മുടെ പലാസ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇതാണ് നമ്മളിപ്പോൾ തയ്ച്ച പലാസ പാൻറ്റ്. എങ്ങനെയുണ്ട്? വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.